നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ ശരിക്കും നിങ്ങളോടുള്ള ഈ റിലേഷൻഷിപ്പിനോടുള്ള ഇമോഷണൽ ഫീലിംഗ് എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഓറക്കൽ മെസ്സേജ് വെച്ചിട്ടാണ് നോക്കുന്നത്. ഞാൻ 3 ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഓറക്കൽ മെസ്സേജ് നോക്കാം. ഭഗവാൻ ഓം നമ ശിവായ. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസണേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇല്ല, വീണാലേ ഞാൻ പോകും, എനിക്ക് എടുക്കുന്ന ഇഷ്ടമല്ല. സാക്രിഫൈസ് എന്നുള്ള ഒരു കാർഡാണ്. അപ്പോ ലോക നന്മയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നാലും അത് നമ്മൾ സാക്രിഫൈസ് ചെയ്യണം എന്നാണ് നിങ്ങളോട് മെസ്സേജ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 3 പേരുടെ ഇതാണ് നോക്കാൻ പോകുന്നത്. എന്താണ് ഇമോഷണൽ, ശരിക്കും ഉള്ള ഇമോഷണൽ ഫീലിംഗ് എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ നോക്കാൻ പോകുന്നത്. നിങ്ങളുമായിട്ട് സ്നേഹത്തിലിരിക്കുന്ന ആളുടെ ഇമോഷണൽ ഫീലിംഗ് പറഞ്ഞു കൊള്ളമാക്കി. സോറി, 1, 2, 3 ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്യുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പൊ ഒന്നാമത്തെ നമ്പർ എടുത്തവരുടെ ആളുടെ ഇമോഷണൽ ഫീലിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭഗവാന്റെ ഇതൊരു കാർമിക് സിറ്റുവേഷൻ ആണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ കുറച്ചൊരു ഉഴപ്പുള്ള സ്വഭാവമുള്ള ഒരാള് ആണെന്നാണ്. എന്ന് വെച്ചാൽ നിങ്ങള് ഈ റിലേഷൻഷിപ്പിൽ സീരിയസ് അല്ല എന്നൊരു ചിന്ത ഈ വ്യക്തിക്കുണ്ട്. ജെസബൽ എന്ന് പറഞ്ഞാൽ കുറച്ച് പലരുമായിട്ട് ഒരേ സമയം റിലേഷൻഷിപ്പ് വെക്കുന്ന, പലരുമായിട്ട് ഒരേ സമയം കോണ്ടാക്ട് വെക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നിങ്ങളെ ഈ വ്യക്തി കാണുന്നതെന്നാണ് പറയുന്നത്. വ്യക്തി ശരിക്കും നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഒരു വേറൊരാളുടെ ഭാര്യയാണ് അല്ലെങ്കിൽ ഭർത്താവ് ആണെങ്കിൽ പോലും നിങ്ങളെയും ഒരു ഒളിച്ചോട്ടം ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി. ശരിക്കും നിങ്ങളെ വിവാഹിക്കാൻ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ഈ വ്യക്തിയുടെ ഡിവൈൻ ഫെമിനിൻ ആയിട്ടാണ് കാണുന്നത്. ഡിവൈൻ മാസ്കുലിൻ, ഡിവൈൻ ഫെമിനിൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ നിങ്ങളെ കുറിച്ച് ഈ വ്യക്തി ഷുവർ അല്ല. ഇന്ന് ഈ വ്യക്തി നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആണെങ്കിൽ നാളെ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ബിസി ആണ്, അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് ടൈമിന് വ്യക്തിയുടെ മൊബൈലിലേക്ക് റെസ്പോൺസ് കൊടുക്കുന്നില്ല, മെസ്സേജിന് റെസ്പോൺസ് ഇല്ല, കോൾ എടുക്കുന്നില്ല, കോൾ ബിസി ആണെന്നൊക്കെ വരുമ്പോൾ ഈ വ്യക്തിക്ക് ഒരു ഡൗട്ട് വരും, നിങ്ങൾ ഒരേ സമയം പലരുമായിട്ട് ബന്ധം ഉള്ള ആളാണെന്ന്. അതുപോലെ ചിലപ്പോൾ നിങ്ങൾ പാർട്ടിയൊക്കെ നല്ലോണം പാർട്ടിയൊക്കെ ചെയ്യുന്ന, ഫ്രണ്ട്സിനോട് കറങ്ങാനും കുറെ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനും ഒക്കെ ടൂറൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതും ഈ വ്യക്തിക്ക് ഒരു സംശയത്തിന് ഇടയാക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തി ഒരു ദിവസം നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്, നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊരു മൈൻഡിലേക്ക് വന്ന് പിറ്റേ ദിവസം നിങ്ങളുടെ പെരുമാറ്റം ഈ വ്യക്തി എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അതനുസരിച്ച് ഈ വ്യക്തിയുടെ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് മാറുന്നുണ്ട്. ഒരു ദിവസം നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പിറ്റേ ദിവസം നിങ്ങളുടെ പെരുമാറ്റത്തിൽ വ്യക്തി മനസ്സിലാക്കുന്നത് ഒക്കെ ശരിയാവില്ല, റിലേഷൻഷിപ്പ് വേറെ ആരുമായിട്ടോ ബന്ധമുണ്ട്, ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, ഉടനെ തന്നെ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാം, നിങ്ങളെ വിളിച്ചിട്ട് ഇത് നടക്കില്ല, നമുക്ക് വിട്ടുകളയാം എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ചില സമയത്ത് ഈ വ്യക്തി ടാരോ റീഡിങ്സ് ഒക്കെ എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഈ വ്യക്തിക്ക് വിശ്വാസമില്ല. അപ്പം ജനറലി ഈ വ്യക്തിക്ക് കുറച്ച് വിശ്വാസമില്ലായ്മയുള്ള ഒരാളാണ്. അതുപോലെ തന്നെ കുറച്ച് അസൂയയും കുശുമ്പും ഒക്കെ ഉള്ള ഒരു എനർജി ആണെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളെ കുറിച്ച് അത്ര വലിയ അഭിപ്രായമല്ല ഈ വ്യക്തിക്ക്, പക്ഷെ നിങ്ങളോട് ഭയങ്കരമായ സ്നേഹമുണ്ട്. നിങ്ങൾ എങ്ങനത്തെ ആളാണെങ്കിലും കുഴപ്പമില്ല,
ഈ വ്യക്തിയെ ആക്സെപ്റ്റ് ചെയ്താൽ നിങ്ങളെ ഈ വ്യക്തി വിവാഹം കഴിക്കും എന്നാണ് ഈ വ്യക്തി പറയുന്നത് കേട്ടോ. വേണ്ടി വന്നാൽ ഒളിച്ചോടാം നമുക്ക് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ വേറൊരാളുടെ ഭാര്യയോ ഭർത്താവ് ആണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് ഒളിച്ചോടാം, ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാണ് എന്നാണ് ഈ വ്യക്തി പറയുന്നത്. നിങ്ങൾ എന്ത് സ്വഭാവമായാലും എന്ന് വെച്ചാൽ നിങ്ങൾ ഉഴപ്പ് സ്വഭാവമാണെന്നാണ് ഈ വ്യക്തി വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നതും എന്താണെങ്കിലും കുഴപ്പമില്ല, ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാണ്, നമുക്ക് ഒളിച്ചോടാം എന്നാണ് ഈ വ്യക്തി പറയുന്നത് നിങ്ങളോട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ നമ്പർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. നമുക്ക് നോക്കാം. ഭഗവാൻ നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ചെറിയ കാർഡ്സ് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല, നമുക്ക് എല്ലാം നോക്കാം. ഇത് വന്നുള്ളൂ. ഓക്കെ, ഇവിടെ എന്താണ് നടക്കുന്നത് നോക്കാം. ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട്. ഇവര് വിചാരിക്കുന്നത്, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ച് വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഓഫീസ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ ഓഫീസിൽ നിങ്ങൾക്ക് ഒരു റൊമാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രഗ്നന്റ് ആവുകയോ അതോ നിങ്ങൾ പ്രഗ്നന്റ് ആയി എന്നൊക്കെ ഈ വ്യക്തി ചിലപ്പോൾ ആരെങ്കിലും ഈ വ്യക്തിയോട് നുണ പറഞ്ഞു, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളോട് അസൂയുള്ളവര് അല്ലെങ്കിൽ ഈ വ്യക്തിയോട് സിമ്പതിയുള്ള ആരോ ഒരാൾ നിങ്ങളും വേറൊരു ആളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ തെറ്റിദ്ധരിച്ചിട്ടായിരിക്കണം ഈ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണ്, ഓഫീസിലുള്ള ആരോ ചിലപ്പോൾ മാനേജറോ ആരോ ആയിട്ട് റിലേഷൻഷിപ്പിലാണ്. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ സ്ത്രീ ആണെങ്കിൽ പ്രഗ്നന്റ് ആയി, അല്ലെങ്കിൽ പുരുഷനാണെങ്കിൽ നിങ്ങൾ കാരണം ആരോ പ്രഗ്നന്റ് ആയി. പക്ഷെ അതൊരു ഫേക്ക് ന്യൂസ് ആണ്, അത് ശരിയല്ല. ആ ന്യൂസ് നിങ്ങളുടെ വ്യക്തിയോട് ആരോ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായോ? അതുകൊണ്ടാണ് വ്യക്തി നിങ്ങളെ ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോയതെന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ ഈ വ്യക്തിയെ പുറകിൽ നിന്ന് കുത്തി, ഈ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിട്ടും നിങ്ങൾ ഈ വ്യക്തിയെ പുറകിൽ നിന്ന് കുത്തി എന്നാണ് ഈ വ്യക്തി പറയുന്നത്. അപ്പൊ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങളെ തിരിച്ചു വരാൻ വേണ്ടി മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾ തെറ്റ് ചെയ്തോ എന്തോന്ന് അറിയില്ല, എന്തായാലും ഈ വ്യക്തി ഇങ്ങനെ ഒരു കാര്യം അറിയാൻ ഇട വന്നത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് അകന്നത്. അപ്പൊ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് ഈ വ്യക്തി പോയിട്ടുണ്ട്, കാരണം നിങ്ങൾ ഈ വ്യക്തിയെ ചതിച്ചു എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോ അതുകൊണ്ടാണ് ഒന്നും പറയാതെ മുങ്ങിക്കളഞ്ഞത്. നിങ്ങളോട് ഇതെങ്ങനെ ചോദിക്കും, നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാലല്ല, പക്ഷെ ഒന്നും ചെയ്യാതെ ആരും പറയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ഇതിന് നിങ്ങളോട് ചോദിക്കാൻ പറ്റില്ല ഈ വ്യക്തി. അപ്പൊ ഈ വ്യക്തിയും പലരുമായിട്ട് ഇപ്പൊ ഇവിടെ ഗെറ്റിംഗ് റീഡിങ്സ്, ടാരോ റീഡിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ കൈനോട്ടക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഫ്യൂച്ചർ പറയാൻ പറ്റുന്ന ഒരാളോട് ചെന്നിട്ട് നിങ്ങളുടെ ഈ അവസ്ഥ, നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, പ്രഗ്നൻസിയുടെ അവസ്ഥയിലെ കാര്യം ആരോടോ ചോദിച്ചത് അത് കൺഫേം ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഈ വ്യക്തി. നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ തിരിച്ചു വരാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ ചതിച്ചു എന്നുള്ളൊരു ഫീലിംഗ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ ഒരു കാര്യം സത്യമല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ വിളിച്ച് സംസാരിക്കാം, മനസ്സിലായി? വിളിച്ച് സംസാരിച്ച് കാര്യങ്ങൾ സോർട്ട് ചെയ്യാം. അതല്ല, നിങ്ങൾ ശരിക്കും ഇങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ഈ വ്യക്തിയോട് നുണ പറഞ്ഞാൽ അത് ഫ്യൂച്ചറിൽ പ്രശ്നമാകും. അപ്പൊ നിങ്ങൾ അത് വേണ്ടാന്ന് വെക്കുക. അതല്ല, ആരെങ്കിലും നിങ്ങളെ കുറിച്ച് നുണ പറഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ വിളിച്ച് സംസാരിക്കാൻ ശ്രമിക്കാം. ഈ റിലേഷൻഷിപ്പ് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കാരണം ഇതാരോ നിങ്ങളോട് ദേഷ്യമുള്ള ആള് നിങ്ങൾക്ക് പാര വെച്ചതാവാനാണ് വഴി. അപ്പൊ നിങ്ങളെ ഈ വ്യക്തി ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാവുന്ന ഒരാൾ പാര വെച്ചതാവാനാണ് വഴി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ വ്യക്തിയെ വിളിച്ച് സംസാരിക്കാം, തെറ്റ് നിങ്ങളുടെ സൈഡിൽ അല്ലെങ്കിൽ. അതുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാതെ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് ഇപ്പോ എന്നാണ് കാർഡ്സ് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാർഡ് ഭയങ്കര സ്നേഹമുള്ള വ്യക്തിയാണ് കേട്ടോ. രണ്ടാമത്തെ തന്നെയാണ് പറയുന്നത്, ഭയങ്കര സ്നേഹമുള്ള വ്യക്തിയാണ്. മൂന്നാമത്തെ നമ്പർ ആണ് നമ്മൾ നോക്കുന്നത്. മൂന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഇമോഷണൽ ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു ബ്ലാക്ക് മാജിക്കിന്റെ സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നത്. നിങ്ങളെ മാജിക്കിലൂടെ നിങ്ങളെ പിടിച്ചെടുത്ത പോലത്തെ ഒരു ഫീലിങ്സ് നോക്കാം.
നോക്കാം. എനിക്ക് കുറച്ച് കാർഡുകൾ എന്നിട്ട് ഒന്ന് പോലെ കൂടെ കാണാം. കുറച്ച് കുറച്ച് 2-3 കാർഡ്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ നമ്മള് ഇത് നോക്കുകയാണ്. ഭയങ്കര പ്രഷറിലാണ് ഈ വ്യക്തി എന്നാണ് പറയുന്നത്. നോക്കട്ടെ. ട്രൂ കളേഴ്സ്, ഫെയറി ടെയിൽ, റെക്ലെസ്. അതാണ് ബ്ലാക്ക് മാജിക് എന്ന് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാണ്. ടു ലേറ്റ്, നിങ്ങളെ വ്യക്തി ഭയങ്കരമായിട്ട് സ്പൈ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒബ്സെസ്ഡ് ആണ്. ഈ വ്യക്തി വേറെ ഏതോ റിലേഷൻഷിപ്പിലുള്ള ആളാണ്. നിങ്ങൾ മാത്രമല്ല ഈ വ്യക്തിയുടെ റിലേഷൻഷിപ്പിൽ ഉള്ളത്. കുറെ ആളുകളുമായിട്ട് ഈ റിലേഷൻഷിപ്പ് ഉണ്ട് ഈ വ്യക്തിക്ക്. അപ്പൊ ഈ വ്യക്തി ഭയങ്കര പ്രഷറാണ്. ചിലപ്പോൾ നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളെ സ്പൈ ചെയ്യുന്നത്. നിങ്ങളെ പോപ്പ് ദ ക്വസ്റ്റ്യൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി. പക്ഷേ വ്യക്തിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലരുമായിട്ടുള്ള ബന്ധമുണ്ട്. ഇവിടെ നിങ്ങളുമായിട്ടുള്ള ബന്ധം ഒരു ഫെയറി ടെയിൽ. വ്യക്തിയുടെ മനസ്സിൽ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ്. എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പ്രാക്ടിക്കൽ അല്ലാത്ത, വളരെ സില്ലി ആയ, മറ്റുള്ളവരെ പറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരു കുറച്ച് നോട്ടി ആയിട്ടുള്ള ഒരു എനർജിയാണിത്. അപ്പൊ ഈ വ്യക്തി നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ഈ വ്യക്തിക്ക് പലരുമായിട്ട് ബന്ധമുണ്ട്. നിങ്ങളോട് ഫീലിങ്സ് ഉണ്ടെങ്കിലും ഈ വ്യക്തിയുടെ പലരുമായിട്ടുള്ള ബന്ധം നിങ്ങൾ കണ്ടുപിടിക്കുമോ എന്നൊരു വ്യക്തിക്ക് പേടിയുണ്ട്. അതാണ് ഭയങ്കര പ്രഷർ ആയിട്ടുള്ളത്. ഈ വ്യക്തിയുടെ ശരിക്കുമുള്ള ഉഴപ്പ് സ്വഭാവം നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചാലോ എന്നൊരു ടെൻഷൻ ഈ വ്യക്തിക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോ വ്യക്തിയുടെ സ്വഭാവം ശരിക്കും പറഞ്ഞാല് വെറുതെ ശാരീരിക ബന്ധത്തിന് വേണ്ടി റിലേഷൻഷിപ്പിലേക്ക് ചെന്ന് കയറുന്ന ഒരു എനർജിയാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ കുറെ ബന്ധങ്ങളുണ്ട് ഈ വ്യക്തിക്ക്. ഇപ്പോഴും ഉണ്ട്, നേരത്തെ ഉണ്ട്, ഇതിന് ശേഷം ഉണ്ടാവുമോ നമുക്കറിയില്ല. എന്തായാലും നിങ്ങളുമായിട്ട് ഭയങ്കര സ്നേഹത്തിലാണ്. അപ്പോ ഈ വ്യക്തി നിങ്ങളെ ട്രാപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയുടെ ഈ ഒരു ചീത്ത സ്വഭാവങ്ങൾ അറിയാൻ ഇടവരരുത്. അതിനെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ വ്യക്തി നിങ്ങളൊരു ചീത്ത സ്വഭാവമുള്ള ആളാണ്, നിങ്ങൾ ഭയങ്കര ഉഴപ്പാണ്, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സ്പൈ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് നിങ്ങളെ ഈ റിലേഷൻഷിപ്പിൽ ട്രാപ്പ് ആക്കിയിട്ട് ഈ പ്രശ്നം മുഴുവൻ നിങ്ങളുടെ തലയിൽ വെക്കാനാണ്. എന്ന് വെച്ചാൽ നിങ്ങളാണ് ഇവിടുത്തെ ഉഴപ്പായ ആള്. എന്നിട്ടും നിങ്ങൾ ഇത്രയും ഉഴപ്പായിട്ടും നിങ്ങളെ ഞാൻ വിവാഹം കഴിക്കുന്നില്ല, നിങ്ങളെ വേറെ ആരും വിവാഹം കഴിക്കില്ല, ഞാനേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തിക്ക് നിങ്ങളോട് പ്രൂവ് ചെയ്യണം. അപ്പോ നിങ്ങൾ അവസാനം ഈ ട്രാപ്പിൽ പെട്ട് ഈ വ്യക്തിയെ വിവാഹം കഴിക്കണം. അതുകൊണ്ടാണ് ബ്ലാക്ക് മാജിക് എന്ന് ആദ്യത്തെ ഒരു കാർഡ് ഞാൻ കാണാം. ആ കാർഡ് ഇവിടെ വന്നിട്ടില്ല. സ്പെൽ ലവ് എന്നാണ് കണ്ടത്, ബ്ലാക്ക് മാജിക്. അപ്പൊ ഈ വ്യക്തി നിങ്ങളെ ബ്ലാക്ക് മാജിക് കൂടെ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളുമായിട്ട് ഒബ്സെസ്ഡ് ആണ്. പക്ഷെ അതേസമയം മറ്റുള്ളവരുമായിട്ട് ബന്ധമുള്ള ഒരു എനർജിയാണ്. അത് നിങ്ങൾ ഒരിക്കലും അറിയാൻ പാടില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഹാപ്പി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തിയുമായിട്ട് വിവാഹം കഴിക്കുന്നെങ്കിൽ അത് ഭയങ്കര പണിയാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇതിനകത്തൊക്കെ ട്രാപ്പിലേക്ക് കയറിയിട്ടുണ്ടാവാം. അതാണ് ടു ലേറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. എന്നാലും ട്രൈ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ആ വ്യക്തിയെ ഫേസ് ചെയ്യുക, നേരെ കാര്യങ്ങൾ പറയും. ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ അറിഞ്ഞത് എന്ന് പറയുക. കാരണം നിങ്ങളുടെ മേളിലാണ് ഈ വ്യക്തി ഈ പ്രശ്നങ്ങൾ മുഴുവൻ കൊണ്ടുവന്നിട്ടേക്കുന്നത്. നിങ്ങളാണ് ഉഴപ്പ് സ്വഭാവമുള്ള ആള്, ഈ വ്യക്തി ഭയങ്കര ഡീസന്റ് ആണ് എന്നാണ് നിങ്ങളെ ഈ വ്യക്തി പറഞ്ഞു വച്ചിരിക്കുന്നത് നിങ്ങളോട്. അപ്പൊ നിങ്ങളും അത് വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ടു ലേറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്കും പ്രശ്നം ഉണ്ടാവും, ചിലപ്പോൾ ഈ വ്യക്തിക്കും പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ ഈ വ്യക്തിയുടെ ശരിക്കുള്ള സ്വഭാവം അറിഞ്ഞിട്ടുണ്ടാവാം. മനസ്സിലായോ? എന്തായാലും ഒരു ട്രാപ്പാണ്. ഈ വ്യക്തി നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വിവാഹം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, മോതിരമാറ്റം എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾ സത്യം അറിയുന്ന സ്ഥിതിക്ക് നിങ്ങൾ ഇതിന് ഇറങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നാണ് പറയുന്നത്. കാരണം പല ബന്ധങ്ങളുണ്ട്. റെക്ലെസ് ലവ് സെക്സ്, GPS അത് സ്പൈയിങ് ആണ്. പിന്നെ സൈഡ് ഹസൽ, ഒന്നിൽ കൂടുതൽ ബന്ധങ്ങളാണ്. ട്രൂ കളേഴ്സ്, അയാളുടെ ശരിക്കുമുള്ള സ്ത്രീ ആയാലും പുരുഷനായാലും സ്വഭാവം. മനസ്സിലായോ? കുറെ വൈകി, കാരണം ഓൾമോസ്റ്റ് മാരേജിൽ എത്തിക്കഴിഞ്ഞു. എന്നാലും നിങ്ങൾക്ക് ഇപ്പോഴും സമയമുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് മൂന്നാമത്തെ നമ്പറിന്റെ റീഡിങ്. താങ്ക് യു.